ലേഡീസ് അവറിൽ അടുത്തതായി ജ്യോതിഷ സംബന്ധമായ സെഗ്മെന്റാണ് പ്രണവം. നമസ്കാരം. പ്രണവത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. സാർ, എനിക്ക് ഇന്ന് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ യൂട്യൂബിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മളിപ്പോൾ എന്താവശ്യത്തിന് യൂട്യൂബ് എടുത്ത് നോക്കിയാലും ഈ നമ്മുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള സജഷൻസിൽ വരുന്നത് ഇന്ന നാളുകാർ ഇന്ന സ്വഭാവമായിരിക്കും. ഇപ്പോൾ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, എന്നിരുന്നാൽ പോലും ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചവർ മുൻകോപികളായിരിക്കും, അല്ലെങ്കിൽ മുൻചുണ്ടിക്കാരായിരിക്കും, അല്ലെങ്കിൽ അവർ ചിലരുടെ സ്വഭാവമാണെങ്കിൽ അവർ ഭയങ്കര ദയാശീലരായിരിക്കും, അവരെല്ലാ കാര്യങ്ങളും സത്യസന്ധരായിരിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശരിക്കും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേ ഈ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ വരുമ്പോൾ ശരിക്കും നമ്മൾ പറയുവാണെങ്കിൽ ഒരു നാളുകാർക്കും കല്യാണം കഴിക്കാനും പറ്റില്ല. കാര്യം എന്ത് ചെയ്താലും പ്രശ്നം ഭാര്യയുമായിട്ട് പ്രശ്നമായിരിക്കും, ഇല്ലെങ്കിൽ ഭർത്താവായിട്ട് പ്രശ്നമായിരിക്കും എന്നാണ് പറയുന്നത്. ശരിക്കും ഈ പറയുന്നതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി യൂട്യൂബ് ചാനലുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാവരും പറയുന്നത് നാളുകളുടെ ഗുണഗണങ്ങളെ പറ്റി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ 27 നാളിൻ്റെ ഗുണം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ അശ്വതിയുടെ ഗുണം പറയുന്നു, തിരുവാതിരയുടെ പറയുന്നു, അല്ലാതെ 27 നാളുകൾക്കും വെവ്വേറെ ഗുണങ്ങൾ, അങ്ങനെ ഓരോ ഇത് പറയുന്നു. അപ്പോൾ ഈ ചോദിച്ച ചോദ്യം ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന യുവാക്കളിലും യുവതികളിലുമാണ്. കാരണം ഇവരാണ് വിവാഹത്തിലേക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പറഞ്ഞ പോലെ ഏതൊരു നാളായാലും ഒരാൾക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ ഇവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, സ്വസ്ഥത ഉണ്ടാവില്ല. കാരണം ഈ പറയുന്ന വിദ്വാൻമാർ ഇങ്ങനെ വെറുതെ ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ രീതിയിലുള്ള മണ്ടത്തരങ്ങൾ, അതായത് ഇവർ ശരിക്കും പറഞ്ഞാൽ ജ്യോതിഷം എന്താണെന്ന് ഗ്രഹിച്ചിട്ടില്ല. ആ ഗ്രഹിക്കാത്തതിൻ്റെ പാകപ്പിഴകളാണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ആചാര്യൻ ഞങ്ങളെ സംബന്ധിച്ച് 27 നാളിൻ്റെയും ഗുണഗണങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതേവരെ ഈ നാളുകളുടെ ഒരു ഗുണങ്ങളും ഇത്ര എപ്പിസോഡുകൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരു നാളിൻ്റെ ഗുണത്തെ പറ്റിയോ ദോഷത്തെ പറ്റിയോ നമ്മളിവിടെ പ്രതിപാദിച്ചിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ അത് ജ്യോത്സ്യൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിർബന്ധമാണെങ്കിൽ ആ വ്യക്തിയോട് മാത്രം പറയേണ്ട ഒരു കാര്യമാണ്, അല്ലാതെ കണ്ട് പബ്ലിക്കായിട്ട് പറയേണ്ട ഒരു കാര്യമല്ല. പിന്നെ ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എല്ലാം ശുദ്ധ അസംബന്ധമാണ്. അതിൻ്റെ കാരണം പറയുന്നത് അവർ 2 കല്യാണം കഴിച്ചിരിക്കും അല്ല, അതിൻ്റെ കാരണമാണ് ഈ പറഞ്ഞത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന വിദ്വാൻമാർ തന്നെ തിരുവാതിര നാളിന് ഇങ്ങനെ മോശമായിരിക്കും, അല്ലെങ്കിൽ അവർ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്ന് പറയുന്നു. ഇത് കഴിഞ്ഞ് അടുത്ത ആഴ്ചയിൽ ഈ വിദ്വാൻ തന്നെ അടുത്ത എപ്പിസോഡ് വരുമ്പോൾ പറയും ഏറ്റവും ഗുണമുള്ള നാൾ ഈ തിരുവാതിര തന്നെ എന്ന് പറയും. അപ്പോൾ അത് സാമാന്യ ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാക്കാം. ഈ പറയുന്ന ആൾ ഒരു ദിവസം ഒരു രീതിയിൽ പറയുന്നു, രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ ഇന്നൊരു നിലപാട് നാളെ ഒരു നിലപാട്. ഈ നാളുകൾക്കൊന്നും അങ്ങനെ ഒരു നിലപാട് മാറ്റമില്ല. എന്താണോ നാളിൻ്റെ ഗുണം ആ നാള് തന്നെയായിരിക്കും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് തോന്നുന്ന പോലെ മാറ്റി പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കുറേ വ്യൂസ് ഉണ്ടാക്കിയെടുക്കുക, കുറേ മണ്ടശിരോമണികൾ പിന്നാലെ വരാം. അപ്പോൾ വെറുതെ ആവശ്യമില്ലാണ്ട് ചിലർ പറയും ഇത് കറക്റ്റാണ് അത് കറക്റ്റാണ്, കമൻറ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ കമൻറ്റ് ഇടുന്നത് അവരുടെ സ്വന്തം ചാനലാണ്. അവരെ മോശമായിട്ടിടുന്ന ഒരു കമൻറ്റും ഇല്ല അതിനകത്ത് ഉണ്ടാവില്ല. കാരണം അവർ ഡിലീറ്റ് ചെയ്ത് കളയും. പബ്ലിക് കമൻറ്റ് ഇട്ടോളാൻ പറഞ്ഞാലും കൈകാര്യം ചെയ്യുന്ന ആ ഏജൻസി ആരാണോ അവർക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള അവകാശം അധികാരം ഉണ്ടാവരും. അതുകൊണ്ട് അവർ ഡിലീറ്റ് ചെയ്തല്ലേ. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ മുമ്പൊരു കാര്യം പറഞ്ഞിരുന്നു, മുൻപ് എപ്പിസോഡുകളിൽ പറഞ്ഞു, ഒരു നാൾ തുടങ്ങുമ്പോൾ തന്നെ, അതായത് 27 നാളും 27 നാളിനും 27 സ്വഭാവങ്ങളുണ്ട്. അതിനും നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്നില്ല. പക്ഷേ ഒരു നാൾ തുടങ്ങുമ്പോൾ 4 നാഴികയാണ് ആ നാളിൻ്റെ ഗുണമായിട്ട് ജനിക്കുകയുള്ളൂ. അതായത് ഒരു നാൾ തുടങ്ങുമ്പോൾ 4 നാഴിക എന്ന് പറയുന്ന 1 മണിക്കൂർ 36 മിനിറ്റ്, ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ്. ഇപ്പോൾ 4 നാഴിക എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ 36 മിനിറ്റ് മാത്രമേ ആ നാളിൻ്റെ സ്വഭാവ ഗുണത്തോടുകൂടി ഒരു കുട്ടി ജനിക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യം. അതായത് അശ്വതി നാളിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിൻ്റെ അശ്വതി നാള് തുടങ്ങി 1 മണിക്കൂർ 36 മിനിറ്റിനുള്ളിൽ ജനിച്ചാൽ മാത്രമേ ഈ കുഞ്ഞ് അശ്വതി നാളിൻ്റെ ഗുണം കാണിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ ഈ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞതിൻ്റെ നമ്മൾ വെറുതെ നുണ പറഞ്ഞ കാര്യമില്ല. നിങ്ങൾ വേണമെങ്കിൽ ആരെങ്കിലും പരിശോധിച്ച് നോക്കിയാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു 3 പേര് ഒരേ നാളിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ 3 പേരും 3 സ്വഭാവമായിരിക്കും. അപ്പോൾ ഇവർ പറയുന്ന രീതിയിലാണെങ്കിൽ 3 പേരും ഒരേ സ്വഭാവം കാണിക്കണ്ടേ? അവരൊരിക്കലും ഒരേ സ്വഭാവം കാണിക്കുന്നില്ല. അതിൻ്റെ കാരണമാണ് ഈ പറഞ്ഞ ഒരു നക്ഷത്രത്തിൽ തന്നെ 27 നാളുകളും കടന്നു പോകും. ഒരു നക്ഷത്രത്തിൽ 27 നാളും കടന്നു പോകും. ആ നാളിൻ്റെ സ്വഭാവം കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ നാൾ തുടങ്ങി 1.5 മണിക്കൂർ 1 മണിക്കൂർ 36 മിനിറ്റിനുള്ളിൽ ജനിച്ചാൽ മാത്രമേ ഈ നാളിൻ്റെ സ്വഭാവം കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലും ഈ പറയുന്ന വിദ്വാൻമാർ ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. അവർക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് അവർ വെറുതെ അങ്ങ് അടിച്ചുവിടാണ്.
പിന്നെ അടുത്ത 2 നാഴിക, അത് കഴിഞ്ഞിട്ട് ഒരു അമൃതാരംഭം എന്ന് പറയുന്നതാണ് ഒരു നാൾ തുടങ്ങിയിട്ട് 1 മണിക്കൂർ 36 മിനിറ്റ് 4 നാഴിക. പിന്നീടുള്ള എല്ലാ നാളുകളും 2 നാഴിക വെച്ചാണ് കടന്നു പോകുന്നത്. അതായത് അശ്വതി നാള് 1 മണിക്കൂർ 36 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭരണി നാള് വരുന്നത് 48 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീടുള്ള എല്ലാ നാളുകളും 48 മിനിറ്റ് അനുസരിച്ച് അടുത്ത നാളിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് കുഞ്ഞ് ജനിച്ച് ഈ 48 മിനിറ്റ് അനുസരിച്ച് അടുത്ത നാളിന്റെ സ്വഭാവം കാണിക്കുള്ളൂ. അതായത് അശ്വതി നാളിൽ ജനിച്ച കുഞ്ഞിനാണെങ്കിൽ 1.5 മണിക്കൂർ 1 മണിക്കൂർ 36 മിനിറ്റ് വരെ അശ്വതി നാളിന്റെ സ്വഭാവം ഉണ്ടാവുള്ളൂ. പിന്നീട് വരുന്ന 48 മിനിറ്റാണ് ജനിക്കുന്നതെങ്കിൽ ഭരണി നാളിന്റെ സ്വഭാവമായിരിക്കും. പിന്നീട് വരുന്ന 48 മിനിറ്റാണ് ജനിക്കുന്നതെങ്കിൽ കാർത്തിക നാളിന്റെ സ്വഭാവമായിരിക്കും. പിന്നീട് വരുന്ന 48ന്റെ അങ്ങനെ രോഹിണി ആയിരിക്കും. അങ്ങനെ 27 നാളുകളും ഈ നാളിലൂടെ കടന്നു പോകുമ്പോൾ ഏത് നാളാണോ കടന്നു പോകുന്നത് ആ നാളിന്റെ സ്വഭാവമായിരിക്കും കുട്ടി കാണിക്കുള്ളൂ. അല്ലാതെ ഈ വിദ്വാൻമാർ പറയുന്ന പോലെ തിരുവാതിര നാളിൽ ജനിച്ചതുകൊണ്ട് ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്ന് പറയുന്നത് ഇവൻ ജ്യോതിഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതിനാണ് നമ്മൾ മുമ്പ് പല പ്രാവശ്യം മറുപടി പറഞ്ഞിട്ടുണ്ട്. അഞ്ജനം എന്നത് ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിരിക്കും. അതായത് അഞ്ജനം എന്നാൽ കൺമഷിയാണെന്ന് വിദ്വാൻ അറിഞ്ഞൂടാ, മഞ്ഞൾ എന്താണെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് പറയുന്നത് അഞ്ജനം എന്നത് ഞാനറിയും. അഞ്ജനം എന്നാൽ കൺമഷി, അത് കറുപ്പാണെന്ന് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് പറയുന്നത് അത് മഞ്ഞൾ പോലെ, മഞ്ഞൾ എന്താണെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് വിദ്വാൻ പറയുന്നു അത് വെളുത്തിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അഞ്ജനം കൺമഷി എങ്ങനെ ഇരിക്കുന്നു പോലും അറിയില്ലാത്ത ഒരു വിദ്വാൻമാരാണ് ഈ വക വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന നാളുകാർ 2 കല്യാണം കഴിക്കും, ഇന്ന നാൾ അങ്ങനെ ഉണ്ടാവും, അവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടും. നമ്മൾ മുമ്പ് പല എപ്പിസോഡുകളിലും പറയണ്ടായിരുന്നു ഏത് നാളിനും 27 നാളിനും ഈശ്വരൻ കൊടുത്തിരിക്കുന്നത് തുല്യ ഗുണങ്ങൾ തന്നെയാണ്. അതേപോലെ 27 നാളിൻ്റെ ഇടയ്ക്കും മറ്റുള്ള നാളുകൾ കടന്നു പോകുമ്പോൾ ആ നാളിൻ്റെ ഗുണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. അതേപോലെ ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്ന് പറയുന്നത് തന്നെ ശുദ്ധ മണ്ടത്തരാണ്. കാരണം നമുക്ക് മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ദശാകാലങ്ങളാണ് നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത്. ഈ ദശാകാലത്തിൻ്റെ ഗുണവും ദോഷവും അനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മൾ മുമ്പ് പല എപ്പിസോഡിലും പറയേണ്ടായിരുന്നു നമുക്ക് ബാധാദോഷങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ബാധാദോഷങ്ങൾ ഇപ്പോൾ നമ്മുടെ ജാതകത്തിൽ ഗജകേസരി യോഗമുണ്ട്, അല്ലെങ്കിൽ ചക്രവർത്തി യോഗമുണ്ട്, അല്ലെങ്കിൽ നീചഭംഗ രാജയോഗമുണ്ട്, അല്ലെങ്കിൽ നീച ചക്രവർത്തി യോഗമുണ്ട്. ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ പിച്ചക്കാരനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് ജാതകദോഷമല്ല, അത് ബാധാദോഷമാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു ശരീരമാണ്, നല്ല ആളെ കണ്ടു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടുകൂടി നല്ല ഹൈറ്റും വെയിറ്റും എല്ലാം ഉണ്ട്. പക്ഷേ ഈ ആൾ രോഗിയാണെങ്കിൽ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതേപോലെ തന്നെ ജാതകം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പല എപ്പിസോഡിലും പറയേണ്ടായിരുന്നു നമുക്ക് ഭൂമിയുടെ ആധാരം കിട്ടുന്ന പോലെയാണ്. ഒരു മനുഷ്യൻ്റെ ജാതകം എന്ന് പറയുന്നത് ഒരു ഭൂമി കിട്ടാണ് അതിൻ്റെ ആധാരം കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ആ ഭൂമിയിൽ നമ്മളത് ഒരു കൊമേഴ്സ്യൽ പർപ്പസിന് ഉപയോഗിക്കണോ, അത് അല്ലാതെ വിദ്യാലയത്തിന് ഉപയോഗിക്കണോ, ക്ഷേത്രത്തിന് ഉപയോഗിക്കണോ, വീട് നിർമ്മിക്കണോ, ഇതെല്ലാം നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെയാണ് ഈ ജാതകം എന്ന് പറഞ്ഞു വരുന്ന സാധനം. അപ്പോൾ അത് അതിൻ്റെ ഗുണത്തിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തടസ്സങ്ങളുണ്ട്. ആ തടസ്സം കണ്ടെത്തുന്നതിനാണ് ജ്യോത്സ്യന്മാരുടെ സഹായം തേടേണ്ടത്. അല്ലാതെ കണ്ടിട്ട് ഇങ്ങനെയുള്ള ജ്യോത്സ്യന്മാർ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പോകുമ്പോൾ കുട്ടികൾ ഇന്ന നാളുകാർ ഇങ്ങനെ മോശം സ്വഭാവമായിരിക്കും, സ്ത്രീ ലംബടനായിരിക്കും, അല്ലെങ്കിൽ പരപുരുഷ ബന്ധമുള്ളവരായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഈ വക ഗോസിപ്പ് കണ്ടു കഴിയുമ്പോൾ ദമ്പതികൾ ഇവർ തല്ലുണ്ടാക്കും. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഇതിലൊന്നും വലിയ വിശ്വാസമില്ലാതെ കണ്ട് പ്രേമിച്ച് കെട്ടുന്നു, ചേരാത്ത നാൾ കെട്ടുന്നു, അത് കഴിഞ്ഞ് അടി തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. ജ്യോതിഷം ഒരു സത്യമായ ശാസ്ത്രമാണ്. അത് വേണ്ട രീതിയിൽ പഠിച്ചാൽ മാത്രമേ പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ പ്രണവത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും പറയുവാണെങ്കിൽ നമ്മൾ പ്രേക്ഷകർ ഓരോരുത്തരും ഓരോ യൂട്യൂബ് വീഡിയോ കണ്ട് സ്വന്തം നാളിനെക്കുറിച്ച് എന്തെങ്കിലും ദോഷം എന്ന് വിചാരിക്കുന്നതിന് മുന്നേ എന്താണ് ആലോചിക്കേണ്ടതെന്നാണ് സാറെന്ന് പറഞ്ഞത്. വളരെ ഉപയോഗപ്രദമായിട്ടുള്ള എപ്പിസോഡായിരുന്നു ഇന്ന്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം. പഴയ റഷ്യയുടെ അഥവാ USSRലെ അസർബൈജാൻ എന്ന് പറയുന്ന മേഖലയിൽ നടന്ന അല്ലെങ്കിൽ ബക്കു എന്ന് പറയുന്ന പ്രത്യേക മേഖലയിൽ നടന്ന ഒരു കൂട്ടക്കൊലയെക്കുറിച്ചും അത്തരത്തിലുള്ള അത്യാഹിതങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ജാനുവരി മെസാക്കർ എന്നറിയപ്പെടുന്ന ജാനുവരി 19 ദാരുണമായ ഒരു കൂട്ടക്കൊലയാണ്. രാത്രി സമയങ്ങളിൽ അവിടെ ശരിക്കും സ്വന്തം മദർലാൻഡിന് വേണ്ടി, സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി ഉള്ള ഒരു പോരാട്ടത്തിൽ ഇത്തരം ഈ ഒരു മേഖലയിൽ ഒരു ചെറിയ അനിശ്ചിതാവസ്ഥ കണ്ടപ്പോൾ ആ മേഖലയിലുള്ള ആൾക്കാരെ ഒന്ന് കൊന്ന് ഭയപ്പെടുത്താം
എന്നുള്ള നിലപാടിൽ മിലിറ്ററി ഫോഴ്സസ് ഇറങ്ങുകയും പിന്നീട് അത് ഗോർബച്ചേവ് തന്നെ ഏറ്റുപറയുകയുണ്ടായി, എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു അസർബൈജാൻ എമർജൻസി പ്രഖ്യാപിച്ചത്. അതെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചില രാഷ്ട്ര ഭരണാധികാരികളുടെ ചില തീരുമാനങ്ങളെങ്കിലും പിൽക്കാലത്ത് വലിയ തെറ്റായിരുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അതിനൊരു മികച്ച ഉദാഹരണമാണ് ജാനുവരി മെസാക്കർ എന്നറിയപ്പെടുന്ന ഈ ഒരു സംഭവം, അല്ലെങ്കിൽ ബ്ലാക്ക് ജാനുവരി എന്ന് അറിയപ്പെടുന്ന ഈ ദിവസം. അപ്പോൾ അത്തരത്തിൽ ഒരു മേഖലയിൽ ഏറ്റവും വലിയ ഭീതി പടർത്തിയ ഈ ഒരു ദിവസം നമ്മളുടെ മനസ്സിൽ നമുക്കും ഒരു ഓർമ്മയായിക്കൊള്ളട്ടെ. നമ്മുടെ ഇത്തരത്തിലൊരു ചരിത്ര സംഭവത്തെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വിട പറയുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.